പുസ്തകം വായന പല ആളുകൾക്കും പല രീതിയിലാണ്. എൻ്റെ ഒരു പുസ്തകം വായനയിൽ എപ്പോഴും ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവും കൂടെ. അതായത് ഇപ്പം എങ്ങനെ പറയാം, ബുക്സ് ഉണ്ടാവും, പിന്നെ ഇത് മസ്റ്റാണ്. ചിലർക്ക് ഇത് അഡിക്ഷനാണ്, എനിക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു പേന, ഹൈലൈറ്റർ, പിന്നെ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക്. അത് നമ്മൾ നല്ല നല്ല കോട്ട്സ് പോയിൻറ്റ്സ് എല്ലാം കണ്ട് മാർക്ക് ചെയ്ത് പോവുക. കാരണം പ്രീവിയസ്ലി ലവ്ഡ് ബുക്സ് പിന്നീട് വായിക്കാൻ രസമായിരിക്കും. ഇപ്പോൾ ഞാൻ വായിക്കുന്ന ഈ പുസ്തകങ്ങൾ നമുക്ക് മറ്റൊരാൾ വായിക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. പിന്നെ നമ്മൾ ബുക്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വാങ്ങിച്ച ഡേറ്റോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അപ്പോൾ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഒരു 10-20 വർഷങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ മക്കളോ ആരെങ്കിലും ആ ബുക്ക് എടുത്ത് വായിക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഇത് ആ കാലത്ത്, അതായത് അവരിങ്ങനെ പറയും, 15/2/2025 ഇങ്ങനെ ഇത് വാങ്ങിച്ച് വായിച്ചിട്ടുള്ള ഒരു അന്ന് അതൊരു നൊസ്റ്റാൾജി ആയിരിക്കും. പിന്നെ ഒരു ടാബ് ബേസിക്കലി വേറെ ഒന്നുമില്ല. ടാബിനകത്ത് ഇപ്പം നമ്മൾ ഡിക്ഷണറി ഉണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ കാണാം, വായിക്കാം. അതായത് ഇങ്ങനെ വേർഡ്സ് വരുമ്പോൾ നമുക്ക് എല്ലാ വേർഡ്സും നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഓരോ വേർഡ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ വൊക്കാബുലറി അതനുസരിച്ച് എൻറിച്ച് ആവും, പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും, അങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ബുക്ക് വായനയുടെ ഓരോ രീതികൾ. ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമാണ്. എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഓക്കെ, ഹാപ്പി റീഡിങ്.